അല്ല അപ്പൊ ഞാൻ തീരുമാനായ നീ അധ്വാനിച്ച് ജീവിക്കുന്നവനാണല്ലോ. അധ്വാനിക്കുന്നവൻ എന്തിനാണ് അസ്തമിതനം? അവൻ അധ്വാനിച്ച് കുടുംബം പോറ്റി, അല്ലാതെ പൊണ്ടാട്ടി പട്ടോണ്ട് വരുന്ന ഒരുപടി വെച്ച് കുടുംബകാര്യം നോക്കുന്നവൻ ആരാണ്? കാര്യം ഞാൻ ചെയ്യുന്ന ഈ പണിയൊക്കെ തന്നെ. പക്ഷെ പറയാതെ കൊല്ലത്തൊരു പറച്ചിലുണ്ട്, കണ്ടവല്ല കൊത്ത് തീട്ട കണ്ട് പട്ടിയെ വളർത്തരുത്. അത് നിന്നെ പോലെയുള്ള ആണുങ്ങളെ തെറ്റാണ്. Good acting. Diagnosed with blood cancer and other blood-related disorders. But here is a fact we don't often talk about. For many of them, a cure exists. It's inside our blood stem. English A simple act of registering as a blood stem cell donor could give someone a second chance at life. Cancer always isn't a battle fought alone. Sometimes it's won with the help of a stranger. And that stranger could be you. On National Cancer Awareness Day, let's not just talk about awareness, let's take action. Register as a potential blood stem cell donor because your one decision could be someone's tomorrow. Tap the link in bio to become someone's hope. ഒന്നുകൂടി ഡബ്ല്യു ഗ്രേസ്, എല്ലാരും ഡബ്ല്യു ഗ്രേസ്. ഇതെന്താ ഷമീർ സോളോ ചാറ്റില്? നീ എന്തൊരു ഓവറാന്ന് പണ്ട് മാറ്റിയ മതി അത് കാണണ്ട അങ്ങനത്തെ ഒന്നും കാണണ്ട മോനെ. എനിക്കിത് പറ്റിയ പണിയല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ എന്ത് സംഭവിച്ചേ? ഗൈസ് ഇവൻ ബുദ്ധിക്കാ, നിനക്ക് മനസ്സിലാകുന്നില്ല. എടാ ഞാൻ നോർമലി കാര്യം ചെയ്യല്ലേ. ഇവരെന്താ എന്റെ കസേരയിൽ കയറി ഇരിക്കുന്ന? എടാ ഞാൻ ഇവിടെയല്ലേ ഇരിക്കേണ്ടത്, നീയല്ലേ അവിടെ ഇരിക്കേണ്ടത്. ശരിക്കും പറഞ്ഞ നീ ഒന്ന് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാ, ഇത് ഇങ്ങനല്ലേ ശരിക്കും വരേണ്ടത്. റീപ്ലേസ് ഷമീർ ബൈ മമ്മു. ഒരാൾ പറയുന്നുണ്ട് മമ്മുവിനെ എടുത്താനാ പറയുന്നത് നിന്നെ മാറ്റിയിട്ട്. ആണോ? ഫുൾ സ്ക്രീൻ ആക്കാൻ പറയുന്നത്. ഫുൾ സ്ക്രീൻ. വികാരങ്ങൾ പബ്ലിക്കായി കാണിക്കുന്നത് തെറ്റല്ല, അത് എല്ലാവർക്കും. ഇതെന്താ ലെജൻഡറി സ്റ്റോറിന്റെ തുടക്കാൻ സാധ്യതയുണ്ടോ? അത് നല്ല വായിച്ചാ. എടാ ഞാൻ പറയട്ടെ, ഇതില് മൊത്തം ഇവന്റെ മാസാണ്, അനക്ക് എന്റെ ലൈവ് ആകുമ്പോ എനിക്ക് ആ ഒരു പവർ വരും, എന്റെ ഫുൾ പവർ എനിക്ക് വരും. ഇങ്ങനെ ആൾക്കാർ മുന്നിൽ അഭിനയിക്കുന്നു, നീ അത് തുറന്നു പറ. എന്ത് പറഞ്ഞു പറയാൻ? ആ കാര്യം പറ. ഏത് കാര്യം? നീ ഇപ്പൊ കണ്ടിട്ട് രോമാഞ്ചം കൊള്ളുന്ന ഞങ്ങൾ രോമാഞ്ചം കൊള്ളാനാ? നീ എന്നെ ആരാധിക്കുന്ന കാര്യം, സത്യം പറയാലോ, നീ എന്നെ രഹസ്യമായിട്ട് ആരാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയാം. നീ ഇതിന് ആൾക്കാരുടെ മുന്നിൽ അഭിനയിക്കുന്ന പറ, തുറന്നു പറ. എന്ത് പറയാൻ? തുറമുട്ടുന്നതാ രഹസ്യമായിട്ട് ആരാധിക്കുന്നത് പറ. എടാ ഒന്ന് പോടാ, രഹസ്യമായിട്ട് ആരാധിക്കാൻ പറ്റിയ ഒരു മോന്തവന്റെ നിന്റെ ഫാനോ? അതിലും നല്ല ആത്മഹത്യ ചെയ്യലാണ്. നിന്റെ ഫാനാകുന്നതിലും നല്ല ആത്മഹത്യ ചെയ്യലാണ്. മൂക്കി തോണ്ടി ഞാൻ തോന്നുന്നു ഓന്തിനെ പോലെയല്ല നിന്നെ ഒരിക്കലും. പകല് മുഴുവനും ചിരിച്ചു കളിച്ച് അവനും എല്ലാത്തിന്റെ കൂടെ കാണും. പക്ഷെ ഇരുട്ട് തുടങ്ങിയ അവ പെണ്ണൊറ്റയ്ക്ക്. എടാ ഇതെന്താ? ഞാൻ പൈസ വാങ്ങിയും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തൊരു കുണ്ടല. റിയൽ ലൈഫിലൊക്കെ തന്നെയല്ലേ? നീ അഭിനയിക്കല്ല, അത് പ്ലേ. റിയൽ ലൈഫിൽ അങ്ങനെ എങ്ങനെയാന്ന് ഇപ്പൊ വേഷം കെട്ടിക്കൊണ്ട് ഇങ്ങനെ, ഇവൻ വേഷം കെട്ടാണ്ട് റിയൽ ലൈഫിൽ ഇങ്ങനെയാണ്. ഞാൻ ഉറങ്ങുമ്പോൾ ഇവന്റെ അടുത്ത് വന്നിട്ട് ഇതേപോലെ കാണിക്കുന്നത്. ബാംഗ്ലൂർ
ഇത് നിങ്ങൾ കേട്ടോ, ഇവർ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരുത്തരെ നിങ്ങൾ ആരാധിക്കുന്നത്, ഇങ്ങനെ ഒരുത്തരെ നിങ്ങൾ ആരാധിക്കുന്നത്. ഞാൻ പണ്ട് കോമാളിയായിരുന്നു, കോമാളിത്തരം കാണിക്കലുണ്ടായിരുന്നു. പക്ഷെ ഇവൻ സ്റ്റിൽ റണ്ണിങ് കോമാളിയാണ്, സ്റ്റിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ ഇപ്പോഴും ഇവന്റെ ഈ കോമാളിത്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ഓർക്കണം, ഇവനെ നിങ്ങൾ ആരാധിക്കുന്നത്. ഇത് മറ്റേ ബാംഗ്ലൂർ പോയാൽ നമ്മളെടുത്ത് മറ്റേ കാറിന്ന് മുട്ടിട്ട് പൈസ അതേപോലെ അതിനേക്കാളും ചീപ്പായിട്ട് അത് നിന്നെ കാണാനുള്ളത്. എന്ത് തൊപ്പി എണീച്ച് പോയടാ ഷെമീർ വൈബിത്തുന്നതാ. കണ്ണൂർ എന്നാൽ ധീരതയുടെ ഇനിയൊരു വിവാദം വേണ്ട. തൊപ്പി എന്ന പ്രതിഭാസത്തിന്റെ ഈ പ്രതിഭാസം എന്ന് പറയുന്ന ഈ മണഗുണാഞ്ചൻ മൊണ്ണ ഉണ്ടല്ല, ഇവന്റെ മാസ് കാണണ്ടാക്കി. ഞാൻ ഇതിൽ കയറി ലൈവ് ചെയ്യുന്നത് ഇവന്റെ മാസ് കാണാനും ഇവന്റെ കുറെ വീഡിയോ പ്ലേ ചെയ്യണം. നിനക്ക് നിന്റെ മാസും നിന്റെ എന്താ പറയാ സുഖം എടുക്കല്, രോമാഞ്ചം എടുക്കല്, കുളിർമ എടുക്കല് ഒറ്റയ്ക്ക് ചെയ്യും. ഞാൻ എന്തിനു ഇത് ചെയ്യണം? എന്ത് പോരാട്ടത്തിന്റെയും മണ്ണാണ്. അതിന് ഉബ്ബാട്ടില്ല, ഇവന്റെ പ്ലേ ചെയ്യണ്ട. ഇവൻ മറ്റേ വന്ന് ഞാനും മെഹറുമായിട്ടുള്ള സാധനം ഇറക്കിയത് ഇവനല്ലേ, എന്നിട്ട് സീനായത്. നോക്കാലോ, നമുക്ക് നോക്കാലോ. ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് നിഹാദ് എന്ന യുവാവ് യൂട്യൂബ് എന്ന അതിവിശാലമായ ലോകത്തേക്ക് കാലെടുത്തു വെച്ചത്. അവന്റെ കൈമുതൽ ആഡംബരങ്ങളായിരുന്നില്ല, സ്വന്തം ആശയങ്ങളോടുള്ള ആത്മാർത്ഥതയും ലക്ഷ്യബോധത്തിൽ നിന്നുള്ള ഒരിക്കലും അവസാനിക്കാത്ത തീഷ്ണതയും മാത്രമായിരുന്നു. ഇതൊന്നും അക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇവർ റിയാക്ട് ചെയ്യേണ്ട സാധനങ്ങളാ. ഇവന്റെ കുറെ മാസും കുറെ ഒട്ടിയും ഉണ്ട്. സമൂഹത്തിൽ വേരൂന്നിയ പൊള്ളയായ ചിന്തകളെയും മുഖം മൂടി ധരിച്ച സദാചാരബോധങ്ങളെയും തന്റെ മുറിയുടെ മൂലയിലിരുന്ന് അവൻ ചോദ്യം ചെയ്തു. എന്ത് ചോദ്യം ചെയ്യാൻ ഇവൻ? ഒരു വിപ്ലവകാരിയുടെ ശബ്ദത്തിൽ അവന്റെ വാക്കുകൾ കേരളത്തിന്റെ ഡിജിറ്റൽ ലോകത്ത് മുഴങ്ങി. ആദ്യമൊന്നും അവന്റെ ശൈലി ആർക്കും പെട്ടെന്ന് സ്വീകരിക്കാനായില്ല. പരമ്പരാഗതമായ മാധ്യമ സംസ്കാരത്തിൽ വളർന്ന ഒരു സമൂഹത്തിന് തൊപ്പി ഒരു അപരിചിതനായിരുന്നു. അവന്റെ ഭാഷ പരുക്കനായി, അവന്റെ ചിന്തകൾ വിവാദപരമായി മാറി. എന്നാൽ ഈ വിമർശനങ്ങളുടെ കൊടുങ്കാറ്റിൽ അവൻ ഒളിച്ചോടിയില്ല. ഓരോ വിമർശകനെയും ഒരു മൈലേജ് ബൂസ്റ്ററാക്കി മാറ്റാനുള്ള അസാധാരണമായ ഉൾക്കാഴ്ച എന്ത് അറിയാണ്ട് ഗെയിമായിട്ട് ഗെയിമിൽ വിളിക്കാലോ. ഗെയിമിലാ ഇത്? ഗെയിമാ? ഗെയിം അല്ലെങ്കിൽ പബ്ജി വേണം. പബ്ജി നിന്റെ വിളിച്ച് ഇവനെ വിളിച്ച് എന്ത് വിളിച്ച്? കുഞ്ഞെന്ന് വിളിച്ചത് അറിയല്ലോ. എന്ത് തെറി വിളിച്ച്? മയിലിന് പണിഷ്മെന്റ് ഉണ്ട്. ഞാൻ പെട്ടെന്ന് പവർ കയറിപ്പോയതാടാ. എന്ത് പവർ കയറാൻ? ഇങ്ങനത്തെ ഇത് നീ എന്നെ ജയിപ്പിക്കുന്നതെന്ന് തോന്നല്ല. എടാ സത്യം, എൻ്റെ ഉമ്മ സത്യം ഞാൻ ഈ വീഡിയോ കണ്ടിട്ടില്ല. ഞാൻ ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുമില്ല, ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല. ഇത് നിനക്ക് ഞാൻ ഫുള്ള് അവൻ തെളിയിച്ചു, നമ്മുടെ സ്വപ്നങ്ങൾ സത്യമാണെങ്കിൽ എത്ര വലിയ എതിർപ്പിനും അതിനെ തകർക്കാൻ കഴിയില്ല. വലിയ ബ്രാൻഡിങ്ങോ പണക്കൊഴുപ്പോ ഇല്ലാതെ തന്റെ യഥാർത്ഥ വ്യക്തിത്വം മാത്രം മൂലധനമാക്കി അവനൊരു ബ്രാൻഡ് ഉണ്ടാക്കി. അത് കേവലം ഒരു ചാനലായിരുന്നില്ല, മറിച്ച് മാറ്റത്തിനായി ദാഹിക്കുന്ന ഒരു യുവതയുടെ തുറന്ന വേദിയായിരുന്നു. ഇതൊന്ന് കണ്ണേർക്കട്ടെ, എന്നിട്ട് സ്പിൻ ചെയ്യാം. പോട്ടെ, സ്പിൻ ചെയ്താലും കുഴപ്പമില്ല. തോപ്പി എന്ന പ്രതിഭാസം തോട്ടിങ്ങോ? പ്രതിഭാസം? എന്ത് പ്രതിഭാസം? തോപ്പി എന്ന പ്രതിഭാസം, തോട്ടിങ് എന്ന പ്രതിഭാസം, അങ്ങനെ പറഞ്ഞെന്താ? വെറുമൊരു യൂട്യൂബ് വിനോദം മാത്രമല്ല, അവന്റെ കഥ സമൂഹത്തിന്റെ അരികുകളിലേക്ക് ഒതുങ്ങിപ്പോയ, എന്നാൽ വലിയ സ്വപ്നങ്ങളുള്ള ഓരോ വ്യക്തിക്കും ഒരു പ്രചോദനമാണ്. ഇത് സംഭവം കൊള്ളാലേ. സംഭവം എന്ത്?
ക്രിയേറ്റീവ് ആയിരുന്നാ അന്റത് ഇതേപോലെ ഒന്ന് ചെയ്യും. എന്റെ ഞാനും കുറച്ച് ഇങ്ങനെല്ലാം ഒരു ബിഗ് ഡബ്ല്യൂ കാര്യം വല്ല